നമസ്കാരം. UK കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കപ്പയും മത്തനും ചേർന്നിട്ടുള്ളൊരു സിമ്പിൾ എരിശ്ശേരിയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഇവിടെ ബാക്കി വന്ന ഒരു കഷ്ണം കപ്പയുണ്ടായിരുന്നു, ഒരു മത്തനുണ്ടായിരുന്നു. അത് ഇട്ട് ഉണ്ടാക്കി ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി അതൊന്ന് വീടെടുത്തൊന്ന് മാത്രം. ആദ്യം തന്നെ കപ്പ നന്നായിട്ട് വൃത്തിയായി വെട്ടി നുറുക്കി അത് ഒന്ന് വേവിച്ചതിന് ശേഷം അതിൽ ആ വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കട്ട് ചെയ്തിരിക്കുന്ന മത്തനും നമ്മുടെ 2-3 പച്ചമുളകും കൂടി അതിൽ ചേർക്കുന്നുണ്ട്, മുറിച്ചിട്ടൊന്ന്. എന്നിട്ട് അടച്ചിട്ട് വേവിക്കുന്നു. പിന്നീട് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് വേവ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് അതിലോട്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നീട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കുക. ഈ കപ്പയൊന്നും ഒരിക്കലും അത് ആ കഷ്ണമായിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ മത്തനും കപ്പയും വേറിട്ടറിയാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം എന്നിട്ട് നമുക്കത് താളിക്കാന്ന് വെച്ചാൽ ഇതിൽ ഞാൻ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല. പക്ഷേ നമ്മുടെ എരിശ്ശേരിക്ക് ചേർക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ വറുത്തിടുന്നത്. കുറച്ച് ഉഴുന്ന പരിപ്പും വെളിച്ചെണ്ണ ആണ് നല്ലത്. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് എരിശ്ശേരിക്ക്. അപ്പോൾ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, പിന്നെ 2 മണി ഉലുവ, അത് കൂടുതൽ പാടില്ല, അതൊന്നും കുത്താൻ പാടില്ല. പിന്നെ ഉഴുന്ന പരിപ്പും വറ്റൽ മുളകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ അതിലോട്ട് ഒരു പിടി തേങ്ങ ചുരണ്ടിയതും കൂടി ചേർത്തിട്ട് നമ്മളത് നന്നായിട്ട് ചുമക്കെ വറുത്തെടുക്കുക. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ലാഗ് വരുന്നുണ്ട്. വീഡിയോയ്ക്കുമുണ്ട്, അതുപോലെ തന്നെ റെക്കോർഡിങ്ങിലുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ തേങ്ങ നന്നായിട്ടൊന്ന് ചുമന്നിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്, ഈ എരിശ്ശേരിയിൽ ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. അതൊന്ന് നന്നായിട്ട് ചുമന്ന് വറുത്തെടുക്കുക. വറുത്ത തേങ്ങ നമ്മൾ എടുത്തിട്ട് നമ്മുടെ എരിശ്ശേരിയിലോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കുക. അങ്ങനെ നമ്മുടെ സിമ്പിൾ എരിശ്ശേരി തയ്യാറായിരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പലരും അറിയുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. ആദ്യമായിട്ട് പാചകം ചെയ്ത് തുടങ്ങിയ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇതൊക്കെ ഒരു ആശ്വാസമായിരിക്കും. ഇതൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക, കഴിക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. കുറച്ചും കൂടെ ഒരു ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കുക. അപ്പം ഞങ്ങളും ഇന്ന് ഇതിൻ്റെ കൂടെ കുറച്ചും കൂടി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. എല്ലാം കൂടിയായിട്ട് ഇന്ന് ഞങ്ങളും കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. താങ്ക് യു സോ മച്ച്.